കൽത്തപ്പൊക്കെ ഉണ്ടാകും. കല്യാണത്തിന് പോവാണ്. അപ്പോൾ ഞാൻ സാധാരണ കല്യാണത്തിന് മുമ്പ് ഇത് ഡ്രസ്സാടാ എന്ത് ഡ്രസ്സാടാന്നൊക്കെ പറഞ്ഞ് ഡിസൈനൊക്കെ ചെയ്യും. ഇന്നിപ്പോൾ അബായൊക്കെ ഇട്ടിട്ട് പോകുന്നൊരു കല്യാണമാണ് കേട്ടോ. അപ്പോൾ 3 എത്തിയും കുട്ടികളുടെ 3 കല്യാണം ഒരുമിച്ചിട്ടുള്ളൊരു കല്യാണമാണ്. അപ്പോൾ അതൊരു സ്ഥാപനത്തിൻ്റെ വകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആണ്. കാണേണ്ട ഒരു വീഡിയോ നല്ല അറിയേണ്ട ഒരു സ്ഥാപനത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും. അതായത് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ എന്നോട് തന്നെ ഹെൽപ്പ് ചോദിച്ചിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇതാക്കാറുണ്ട്. അപ്പോൾ ഇന്നൊക്കെ ആർക്കും ഹെൽപ്പ് വേണ്ടെങ്കിൽ ഈ ഒരു ഹെൽപ്പ് ആവശ്യമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവർക്കും എത്തിക്കണം കേട്ടോ. ഞാനൊക്കെ ഇതാ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അബായാണ് കംഫർട്ട് എന്ന് തോന്നിയിട്ട് മറ്റുള്ള വേഷം കെട്ടൊക്കെ എടുക്കാതെ അബായയിൽ കംഫർട്ടായിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ സാധാരണ അബായ സ്ഥിരമായിട്ട് ഇടുന്നവർക്ക് പുതിയ പുതിയ മോഡൽ അബായകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ അടുത്ത് എൻ്റെ അടുത്ത് ആകെ ഒരു അബായക്ക് കിട്ടുന്ന അബായകളൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കും. പിന്നെ എനിക്ക് എങ്ങോട്ടേലും പോകാൻ വേണ്ടിയിട്ട് ഒരു അബായ എടുത്ത് വെച്ചാൽ അപ്പൊ ആ അബായ ഇട്ടിട്ടാണ് നമ്മൾ കല്യാണത്തിന് പോകുന്നത്. ഞാൻ ഫോട്ടോ എടുത്തിട്ട് അവിടെ മതിയോ. അപ്പോൾ ഞങ്ങൾ എങ്ങടാ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്കോട് ഇസ്ലാമിക് സെൻറ്ററിലേക്കാണ് കേട്ടോ. ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ ഒരു സ്ഥാപനത്തെ കുറിച്ചിട്ട്. കോഴിക്കോട് അടുത്ത് ഊർക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു സ്ഥാപനം ഉള്ളത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവർ എത്തിയുമായിട്ടുള്ള നിർധനരായിട്ടുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അവരുടെ പഠനത്തിനും മറ്റു ചിലവുകളും എല്ലാതും ഇവർ ഏറ്റെടുത്തുകൊണ്ട് ആ മക്കളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല പ്രത്യേകത, ഈ കുട്ടികളൊക്കെ അവനവൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ, അല്ലാതെ ആക്കോട് ഇസ്ലാമിക് സെൻറ്റർ ഒരു എത്തിയങ്കാന അതൊന്നുമല്ല. അവർ ആ കുട്ടികളുടെ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പോവാം, ഇഷ്ടമുള്ളത് പഠിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, അങ്ങനെയൊക്കെ. പക്ഷേ ചിലവുകളൊക്കെ ആക്കോട് ഇസ്ലാമിക് സെൻറ്ററാണ് ഏറ്റെടുക്കുക. അപ്പോൾ വാപ്പ മരിച്ചാലും ഈ കുട്ടികളുടെ ഉമ്മാക്ക് ഈ കുട്ടികളെ എത്തിങ്ങാനേക്കൊക്കെ പറഞ്ഞേക്കാൻ ഒരു വിഷമമായിരിക്കുമല്ലോ. ഇതിപ്പോൾ എല്ലാ ചിലവും അവർ തരുകയും ചെയ്യും, മക്കളെ നമ്മളെ കൂടെ നിർത്തുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ എത്തി മക്കളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു പുണ്യമുള്ള കാര്യമാണല്ലോ. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ അവരെ സഹായിക്കുകയും ചെയ്യാം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, അവിടെ ഹിഫ്ല് പഠിപ്പിക്കുന്നുണ്ട്, ഇസ്ലാമികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹിഫ്ല് പഠിക്കാനൊക്കെ അർഹരായിട്ട് കുട്ടികൾക്കും തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഞാൻ മുന്നൊരു കല്യാണത്തിന് പോയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു റംലത്ത്. അപ്പോൾ അവളുടെ മോൻ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കെയർ ഓഫിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കല്യാണത്തിന് പോണത്. അങ്ങനെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ സംരക്ഷണത്തിൽ പഠിച്ച് വളർന്ന 3 പെൺകുട്ടികളുടെ കല്യാണത്തിനാണ് കേട്ടോ നമ്മൾ പോണത്. അല്ല കുറേ മുഖംമൂടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. മുഖംമൂടിയൊക്കെ ഇട്ടിട്ട് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഞങ്ങള് തിരിച്ചറിഞ്ഞ് കണ്ടുമുട്ടി വന്നിട്ടുണ്ട് അല്ലേ. ആദ്യം ഭക്ഷണം കഴിക്കുകയാണല്ലേ. പട്ടാമ്പിയ ശരി. ഇത് പിടിച്ചോ, എനിക്ക് വേണ്ടി എടുത്തിരുന്നതാ. മിടുക്കൻ. നല്ല തിരക്കിലാണ്. ആൾക്കാരെ ക്ഷണിക്കുക, പന്തലേക്ക് കൊണ്ടുപോകുക, ചോറ് കൊടുക്കുക, മാനേജ് ചെയ്യണം. അതല്ലേ. പിന്നെ മോന്റെ വിശേഷങ്ങൾ കാണുമല്ലേ. രാത്രി 7 മണിക്കാണ് കേട്ടോ നിക്കാഹ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഇതാ റംലത്ത് ഞങ്ങൾ അവരുടെ സ്ഥാപനമൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഇവിടെ പഠിക്കുന്ന മക്കൾക്കുള്ള ബെഡും അതുപോലെ കുളിക്കാനുള്ളതും തിരുമ്പാനുള്ളതും ഒക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങളിതാ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് ഞങ്ങളിനി നിസ്കരിക്കാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ അന്നേ ദിവസം നിസ്കരിക്കാൻ വേണ്ടി ആ ഏരിയയിലുള്ള എല്ലാവരുടെയും വീട് തുറന്നു കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ ഒരു വീട്ടിലാണ് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത് മഗ്രിബ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിക്കാഹ് കഴിക്കണ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് വിശിഷ്ട അതിഥികളും അതുപോലെ 25,000-ന് മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. താങ്കളുടെ സഹോദരി അനീന എന്നവളെ ഈ സ്വർണ്ണാഭരണങ്ങൾ മാറിന് പകരമായി താങ്കൾ എനിക്ക് ചെയ്തു തന്നതിനെയും വിനായകി തന്നതിനെയും ഞാൻ സ്വീകരിച്ചു. ഒരുക്കപ്പെട്ടു.
പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊക്കെ രണ്ട് ദിവസമൊക്കെ ആയിട്ടോ. അപ്പോൾ അന്ന് പോയപ്പോൾ വിചാരിച്ച പോലെയാണ് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് എന്നെ കൂട്ടുകാർ വിളിച്ചത് കേട്ടോ. കാരണം ഈ ഒരു സ്ഥാപനത്തിന് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ളൊരിതിൽ. കാരണം ഇത് ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ എത്തിയുമായിട്ട് തീരെ ഇതില്ലാത്ത ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അവരെ സഹായിക്കണം എന്ന് മനസ്സുള്ളവരുണ്ട്. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും ഇത് എത്തിപ്പെടാൻ വേണ്ടിയിട്ടോ. പിന്നെ ആക്കോട് ഇസ്ലാമിക് സെൻറ്റർ പറഞ്ഞാൽ നല്ല ഫേമസ് ആയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ അത്ര കേട്ടിട്ടുണ്ടാവില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അത് അവിടെ പോയപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. തന്നിട്ട് ഡ്രസ്സാണ് കേട്ടോ ഇത്. അന്ന് ഞാൻ ഈ ഒരു ഷാളിനെ ഷാൾ കൊടുക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അബായല്ല ഇടുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഗ്ലേസിങ് ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് അതിന്മേൽ ഞാനിങ്ങനെ ഗ്ലാസ് ഒട്ടിച്ചതാണ് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് ആൾക്കാരും ഒക്കെ ആയിട്ട് നല്ല വലിയൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബർ കൂട്ടുകാരൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരനോട് പറയുന്നു, റംലത്തിനോട് പറയുന്നു. കാരണം എനിക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് കുറേ മുമ്പൊക്കെ വയറ് കേൾക്കാൻ, പൂരം കാണാനും നീർച്ച കാണാനും നബിദിന പാട്ട് കേൾക്കാനും അതിനൊക്കെ പോയിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനൊന്നും പോവാറില്ല. അപ്പോൾ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയുന്നു. പിന്നെ ഞങ്ങൾ നിസ്കരിക്കാൻ പോയത് വേറെ ഏതോ വീട്ടിൽ കേട്ടോ. നമ്മളറിയാത്ത നാട്ടിൽ അറിയാത്ത വീട്ടിലൊക്കെ പോയിട്ടാണ് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അത് പോയപ്പോൾ നമ്മൾ സബ്സ്ക്രൈബർ കൂട്ടുകാരുടെ വീടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് വേറെ ഏതോ വീട്ടിൽ നിസ്കരിച്ച് ഒരുപാട് നേരം അവിടുത്തെ വയലും അവിടുത്തെ കാര്യങ്ങളും പ്രസംഗങ്ങളൊക്കെ കേട്ട് പിന്നെ ആ കുട്ടികളെ നിക്കാഹും കണ്ടിട്ടാണ് ഞങ്ങൾ മടങ്ങി വന്നത് കേട്ടോ. നല്ലൊരു പരിപാടിയായിരുന്നു. അപ്പോൾ എത്തിയുമായിട്ട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കുട്ടികളും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അതിന് യോഗ്യരാണോ എന്ന് അറിഞ്ഞിട്ട് അവരവിടെ പഠിപ്പിക്കും കേട്ടോ. പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ വീട്ടിൽ നിന്നിട്ടാണ് നമ്മൾ പഠിക്കുക. നമ്മളെ ചിലവ് ഫുള്ള് അവരെടുക്കുക. അപ്പോൾ അത് നമുക്ക് നല്ലതുണ്ട്. അപ്പോൾ നമുക്ക് കാരണം എത്തിയുമായാലും നമുക്ക് ആ കുട്ടികളെ പറഞ്ഞേക്കാനുള്ള ഇടങ്ങേറുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് അങ്ങനെ ഇല്ല എന്ന് പറയും. എന്തായാലും ഒരു കോൺടാക്ട് നമ്പർ ഞാൻ അവിടെ കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ അതായത് അങ്ങോട്ട് സഹായിക്കാനാണെങ്കിലും അതല്ല അവിടുത്തെ സഹായം കിട്ടാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം റംലുവിനോട് താങ്ക്സ് പറഞ്ഞു എന്നെ അങ്ങോട്ട് കൊണ്ടുപോയതിന്. ഇതായും തന്നിട്ട് ഈ അബായ. അപ്പോൾ ഈ അബായക്ക് ഞാൻ കയ്യിൻ്റെ അറ്റത്തൊരു എലാസ്റ്റിക് വെച്ചതായിരുന്നു. എലാസ്റ്റിക് ഉണ്ടാകുന്നില്ല ഈ അബായക്ക്. അപ്പോൾ അബായ ഇട്ട് പോയത് നന്നായി തോന്നിട്ടോ. കാരണം ചേരനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുക്കണ്ട് നിന്നണം എന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ള് അബായിട്ട ആളുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വേറെ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു ജാതിയാണല്ലോ. അല്ലെങ്കിൽ അവർക്ക് മറിച്ച ഡ്രസ്സ് തന്നെയാണ് ഇടുക. എന്നാലും അബായ ഇട്ടപ്പോൾ നല്ലൊരു കംഫർട്ടായിട്ട് തോന്നി. അപ്പോൾ പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ തുണികൾ എടുക്കാൻ വേണ്ടി വന്നത്. ലഞ്ച് ഉണ്ടാക്കണ നേരമാണ്. ഇതാ ഈ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ കല്യാണത്തിന് ഇട്ട ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ഇളകിപ്പോയി. അത് പോയി നല്ല പക്ഷെ ഇത് നരച്ചിട്ടൊന്നും. അതിമ ഈ മുത്തൊക്കെ തുന്നി പിടിപ്പിച്ച് ചിലപ്പോൾ ഇതൊക്കെ ഞാൻ കൈ വെച്ച് വാഷ് ചെയ്തതാട്ടോ. മെഷീനിൽ ഇടാതെ ഭയങ്കര വെയിലപ്പോൾ ഇതൊക്കെ വേഗം കൊണ്ടുപോയിട്ടെ. അപ്പോൾ കുറച്ച് ദിവസം ഓരോരോ തിരക്കുകളായിട്ടേ കുറേ തുണികൾ തിരുമ്പാനുണ്ട്, കുറേ തുണികൾ മടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിൻ്റെ തുണികൾ ഇതാ ഇപ്പോൾ പകലല്ല, ഇപ്പോൾ ഇനി പോയി ലഞ്ച് ഉണ്ടാക്കണം ഒക്കെ വേണം. അപ്പോൾ ഇത് മടക്കാൻ നേരമല്ല. അപ്പോൾ ഞാനെന്ത് ചെയ്യും, ഈ ടീപ്പോയിമ കൊടുത്തിട്ട് കേട്ടോ ചെയ്യാം. മുകളിൽ ഒരു ഒഴിവുണ്ടാകുമ്പോൾ ഈവനിങ്ങിനൊക്കെ വന്ന് കുറച്ചെടുത്തുകൊണ്ടിട്ട് മടക്കി വെക്കും. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ട്രിപ്പ് ഇനിയും കേട്ടോ. നമ്മളത് ഫുള്ള് ഓട്ടോമാറ്റിക് മെഷീനാണ് കേട്ടോ. എനിക്ക് ഈ മെഷീനാണ് കേട്ടോ ഇഷ്ടം. കാരണം നമുക്ക് തിരുമ്പാനും ഒഴിവില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ വെയ്യാഞ്ഞിട്ടോ ആണല്ലോ നമ്മൾ വാഷിംഗ് മെഷീൻ മേടിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടാൽ പിന്നെ തിരിഞ്ഞ് നോക്കിയത് പിന്നെ ഉണക്കാൻ വേണ്ടി മാത്രം നമ്മൾ വരണം. മറ്റേതാകുമ്പോൾ നമ്മൾ ഒപ്പം നിന്നിട്ട് ഇങ്ങനെ തിരുമ്പണം. പക്ഷേ സെമി ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ എങ്ങനെ വെച്ചാൽ പെട്ടെന്ന് തിരുമ്പി കഴിയും, വെള്ളം കുറച്ച് മതി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതാണ് കേട്ടോ ഇഷ്ടം. ഇതിപ്പോൾ നമ്മളടുത്ത് വന്നിട്ട് 10-14 വർഷത്തോളമായിരുന്നു. ഒരു കംപ്ലൈൻറ്റ് മാഷാള്ളത് ഉണ്ടായിട്ടില്ല. ഭയങ്കര വെയിലാണ്. തുണികൾ ഉണക്കലും എടുത്തൊക്കലൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തത് ലഞ്ച് ഉണ്ടാക്കണം. അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളെല്ലാവരും തന്നെ പ്രൈവറ്റ് പാർട്ടിലെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി പലതും ബ്ലേഡ് വെച്ചിട്ടാണെങ്കിലും ഡ്രിമ്മർ വെച്ചിട്ടാണെങ്കിലും പിന്നെ പലതരം ക്രീമുകൾ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ബ്ലേഡും ഇതൊക്കെ ആകുമ്പോൾ തന്നെ മുറിവായിട്ടും റാഷസ് ആയിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ക്രീമുകൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ക്രീമുകൾ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എവർടീൻ്റെ ബിക്കിനി ഹെയർ റിമൂവൽ ക്രീമാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത
എന്താണെന്ന് വെച്ചാൽ സ്കിന്നിങ്ങനെ ഡാർക്ക് ആവുമല്ലോ നമ്മൾ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഭയങ്കര മാതിരി സ്മെല്ലായിരിക്കും ചില ക്രീമുകൾക്ക്. അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അൺവാണ്ടഡ് ഹെയർ ഒക്കെ കറക്റ്റായിട്ട് റിമൂവ് ചെയ്യും. ഇപ്പോൾ ഇത് നമ്മൾ സെൻസിറ്റീവായ സ്കിന്നിന് വേണ്ടിയിട്ട് പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് അണ്ടർ ആംസിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ സെൻസിറ്റീവായ സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കോജിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിനെ ലൈറ്റനിങ് ചെയ്യിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡാർക്ക്നെസ്സിന്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ചാർക്കോളാണ്. അത് സ്കിന്നിനെ ഡീടോക്സ് ചെയ്യും. അപ്പോൾ ഇതിലിതാ ഇങ്ങനെ ഒരു നോട്ടീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ ഒരു ട്യൂബിലാണ് നമ്മളുടെ ഈ ഒരു ബിക്കിനി ഹെയർ റിമൂവൽ ക്രീം വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്പാച്ചുല ഉണ്ട്, അത് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ സ്പാച്ചുലയുടെ ഈ ഒരു ഭാഗം വെച്ച് നമ്മൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അടുത്തത് നമ്മളെ ഈ ഒരു പാക്കറ്റിൽ ഇങ്ങനെ 2 സംഭവം ഉണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു വെള്ളത്തിലിട്ട് തുറന്ന് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് ഒരു പേപ്പർ പോലെയാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ തുടച്ച് എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ അൺവാണ്ടഡ് ഹെയർ ഒക്കെ പോയിട്ട് സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും. അപ്പോൾ എവർട്ടിൻ്റെ ഈ ഒരു ക്രീം ഹെയർ റിമൂവർ സ്കിൻ ഫ്രണ്ട്ലിയാണ്. ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നുമില്ല. എന്നാലും തന്നെ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ ചിലവരുടെ സ്കിന്നിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിലും അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ നിങ്ങളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഏരിയ ക്ലീൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നല്ലത് എന്ന് അന്വേഷിച്ച് നടക്കുന്നവർ എന്തായാലും എവർട്ടീൻ്റെ ഈ ഒരു ഹെയർ റിമൂവൽ ക്രീം ഒന്ന് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പോൾ ഇത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടും. പിന്നെ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അടുത്ത പരിപാടി ലഞ്ച് ഉണ്ടാക്കലാണ്. അപ്പോൾ ഇത് പച്ചരിച്ചോറാണ് കേട്ടോ. അപ്പോൾ അതാണ് നമുക്കിന്ന് ഉണക്കമീനാണ്. അപ്പോൾ ഈ ബോക്സ് ഞാൻ പറഞ്ഞില്ലേ ഇത് മീഷോന്ന് വാങ്ങിച്ചാട്ടോ. നല്ല ബോക്സാണ്, നല്ല നീളത്തിൽ. ഇത് 6 എണ്ണത്തിന് 199 രൂപ കേട്ടോ. മാന്തളുണ്ട്, പിന്നെ നല്ല ഉണക്കൽ സ്രാവുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അന്നത്തെ കറി. 2 സെപ്പറേറ്റ് ആയിട്ടോ വെള്ളത്തിലിടുന്നത്. കാരണം 2ക്ക് ടേസ്റ്റ് വ്യത്യാസമല്ലേ. ശരിക്കും ഇത് 2 ഒരു ബോക്സിലിട്ട് വെക്കണമെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. സെപ്പറേറ്റ് വെക്കണ ഇഷ്ടം. അടുത്ത നമ്മുടെ കൂർക്ക തല്ലലാണ് കേട്ടോ. അത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ടർക്കി കേട്ടോ. തല്ലിയിട്ടുണ്ട് അതിൽ ചളി കണ്ടോ. നല്ല വലിയ കൂർക്കയുണ്ട്. തല്ലേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും പണ്ടേ കൂർക്ക നമ്മൾ ഉപ്പേരി വെക്കാൻ തല്ലല് പതിവാണല്ലോ. അപ്പോൾ ഞാനൊന്ന് തല്ലിയിട്ട് എങ്ങട്ടാണ് ഇരുന്നിട്ടാ. ഇപ്പം എനിക്ക് ഷെഫ്മാനൊക്കെ വരുമ്പോഴത്തേനും ഞാൻ വേഗം ഉപ്പേരി നല്ല മാതൾ പൊരിച്ചതും സ്രാവ് കറി ഉണ്ടാക്കട്ടെ കേട്ടോ. രാവിലെ ഉണക്കിട്ട തുണികളൊക്കെ എടുത്തൊക്കെ കേട്ടോ. അപ്പോൾ ഈ നേരത്തൊക്കെ ഞാൻ തുണികളൊക്കെ മടക്കി വെക്കട്ടോ. പക്ഷേ ഈ നേരത്തെയാണ് ഞാൻ വേറൊരു പരിപാടിക്ക് നിൽക്കുകയാണ്. ഈ മെറ്റീരിയൽ ഈ ചുളിഞ്ഞ മെറ്റീരിയലോട് ഞാൻ കഫ്താൻ അടിച്ചിട്ടില്ല, നീല അതേപോലത്തെ ബ്ലാക്കാണ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരു കഫ്താൻ അടിക്കാനുള്ള പുറപ്പാടാണ്. ഇപ്പോൾ കയ്യിൽ പട്ട വെക്കാൻ ചുളിവില്ലാത്ത പീസാണ്. അപ്പോൾ ഇത് ആദ്യം അയൺ ചെയ്ത് കൊണ്ടുപോകും. കുറേ ദിവസമായിട്ടോ ഞാൻ വെട്ടി വെച്ചിട്ട്. വെട്ടാനൊന്നും പണിയില്ല, കഴുത്ത് മാത്രം വെട്ടിയാൽ മതി, വേറെ ഒന്നും ഇതിന് വെട്ടാനില്ല. അതേപോലെ ഞാൻ അടിക്കാനും പണിയില്ല. മെഷീനും ഒന്ന് ഇരിക്കേ വേണ്ടുള്ളൂ. ഇതിൻ്റെ ചുളുക്കൊക്കെ പോയിട്ട് സാധാരണ ശീലമാവും കേട്ടോ. അത് അയൺ ബോക്സ് കോഡ്ലെസ് ആണ് കേട്ടോ. നല്ല സുഖമാണ്. വള്ളി ചുറ്റിപ്പണിയുടെ പണിയൊന്നുമില്ല. എന്താ വരാഞ്ഞേ? നമ്മുടെ കഫ്താൻ റെഡി ആയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ചുളിഞ്ഞതല്ലേ. അപ്പോൾ ഈ പട്ട അടിക്കുമ്പോൾ ചുളിവ് പറ്റില്ല. അതിനാണ് ഞാൻ അയൺ ചെയ്തത്. അപ്പോൾ ഇതിന് ജസ്റ്റ് കഴുത്തടിക്കുക, കയ്യുമ്പോൾ പട്ട വെക്കുക, പിന്നെ ഷേപ്പാക്കാനൊന്നും ഇല്ല. അത് ഇങ്ങനെ ഇടുകയാണ് ചെയ്യുക. അപ്പോൾ എന്തായാലും ബാങ്കൊക്കെ കൊടുത്തു. ഇനി നിസ്കാരവും കാര്യങ്ങളും ഒക്കെ നോക്കട്ടെ കേട്ടോ. ഒന്ന് ഡ്രസ്സ് അടിച്ചിട്ട് ഇപ്പോൾ ഇത് ഇട്ടിട്ട് തന്നെ എന്നൊരു യാത്ര ഉണ്ട് കേട്ടോ. ഇത് സാധാരണ ഇങ്ങനെ ഇടാൻ വേണ്ടി തന്നെയാണ്. അതായത് പെട്ടെന്നുള്ള യാത്രക്ക് ഇസ്തിരി ഇടാൻ വേണ്ടിയാണ് ഞാൻ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇക്കാടെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന്. ഇക്കപ്പോൾ കടയിൽ നിന്ന് വന്നിട്ട് എടുത്ത കടക്ക് അടച്ചിട്ട് അപ്പോൾ വിചാരിച്ചു അപ്പോൾ ഇക്കാറിന് തന്നെ ഇട്ടാൽ മതിയെന്ന്. അടിച്ചത് ഇട്ട് കാണിച്ചു കൊടുത്താണ്. പോകുമ്പോൾ തന്നെ ഇട്ടാൽ മതിയാണ്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉദ്ഘാടനം കഴിക്കാൻ പോകുകയാണല്ലേ. അമ്മ ചെല്ലാൻ പറഞ്ഞിട്ട് കൽത്തപ്പൊക്കെ ചുട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്.
ബൈ ബൈ. ഇപ്പൊ വരട്ടാ അപ്പൂസേ, ഇപ്പൊ വരട്ടോ. പൂവിന് വേണ്ടി ലൈറ്റ് ഒന്നും ഓഫ് ആക്കണില്ല ഞങ്ങള്. കൽത്തപ്പൊക്കെ ഉണ്ട് ഇവിടെ. കൽത്തപ്പം ഇക്കാരോട് ഉമ്മ പറഞ്ഞു തോന്നുന്നു കൽത്തപ്പം ഉണ്ട്. അത് ഞാൻ ഇക്കനോട് വരുമ്പോഴേ പറഞ്ഞു അപ്പൊ കൽത്തപ്പൊക്കെ ഉണ്ടാവും ഇക്കാരെന്ന്. ലൈറ്റ് ഇട്ടേ ചെറിയ റഫ്കാക്കുണ്ടി താത്താന്റെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇന്ന് ഇവിടെ കൽത്തപ്പാത്രം മുറിച്ചിരിക്കണം. എല്ലാരും കേൾക്കാൻ പോയിട്ട് ഇവിടെ കൽത്തപ്പം മുറിച്ചിരിക്കണം. പൊലിവിന്റെ ആളാണ്. അവിടെ താത്തയും റഫ്കാക്കും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവരൊക്കെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ അവിടെ താത്താൻ്റെ നാത്തൂന്മാരും കുട്ടികളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെയൊക്കെ പോയൊക്കെ വന്ന് ഞങ്ങൾ കൽത്തപ്പൊക്കെ നിന്ന് പോവോ. അവിടെ പോയിട്ട് കുഞ്ഞൊരു വീഡിയോ എടുത്തിരുന്നു കേട്ടോ. പോരത് അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. ഇസ്ലാമിക് സെന്ററിന്റെ വിവരങ്ങൾ എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.